വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. കേരള വഖഫ് ബോർഡ് ചെയർമാനായി KS ഹംസ ചുമതലയേറ്റു. ജന്മനാടായ പൈങ്കുളത്തെത്തിയ അദ്ദേഹത്തിന് നാട്ടുകാരും പ്രവർത്തകരും ചേർന്ന് ആവേശോജ്വലമായ സ്വീകരണം നൽകി. കേരള വഖഫ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ KS ഹംസയ്ക്ക് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് പൊതുരാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് നാടിൻ്റെ വിവിധ പ്രശ്നങ്ങളിലെല്ലാം ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ സംസ്ഥാനത്തിനാകെ മാതൃകയായി പ്രവർത്തിക്കാവുന്ന ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ നായകനായി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട KS ഹംസ ചാർജ് എടുത്ത് ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ജനാവലി ആകെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിനാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ തൊഴുപ്പാളത്തിൻ്റെ പേര് ഇന്ന് കേരള സംസ്ഥാനത്തുടനീളം എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യമാണെന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ തൊഴുപ്പാടത്ത് നിന്ന് ഇത്രയും ഉന്നതിയിലെത്തിയ ഒരു നേതാവ് അടുത്ത കാലത്തൊന്നും നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു വിഭാഗം ആളുകൾ, ഒരു സ്ഥാപനങ്ങളെ ആകെ നയിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ നാടിൻ്റെ ഒരു പ്രചോദനമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ അകത്ത് ഉള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാവുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു സർക്കാരിൻ്റെ സംവിധാനം, ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ KS ഹംസ ഇന്ന് അതിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ വിശേഷത്തെക്കുറിച്ച്. നമ്മുടെ ഈ സംഭവം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ മാതൃകയായി ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ അവസരം നമുക്കിവിടെ കിട്ടിയതിന് ഏറ്റവും കൂടുതൽ നന്ദി നമുക്ക് നമ്മുടെ നാടിനാണ്. അതിൻ്റെ കടപ്പാട് ഏറ്റവും കൂടുതൽ. എറണാകുളം ഓഫീസിലെത്തി ചാർജ് എടുത്ത ശേഷം ഔദ്യോഗിക വാഹനത്തിൽ പൈങ്കുളത്തെത്തിയ അദ്ദേഹത്തെ 100 കണക്കിന് നാട്ടുകാരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഷാൾ അണിയിച്ചും മുദ്രാവാക്യം വിളികളോടെയുമാണ് പ്രവർത്തകർ ഹംസയെ വരവേറ്റത്. വഴിനീളെ കാത്തുനിന്ന നാട്ടുകാരുടെ സ്നേഹാന്വേഷണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം സ്വന്തം നാടായ തൊഴുപ്പാടത്തേക്കെത്തിയത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള ഹംസ പിന്നീട് CPM-ൽ ചേരുകയും പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു. MK സക്കീർ രാജിവെച്ച ഒഴിവിലാണ് ഹംസയുടെ നിയമനം. സർക്കാർ ഏൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്തം 100% നീതിയോടെ നിറവേറ്റുമെന്ന് KS ഹംസ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങൾ, എൻ്റെ കാർന്നോന്മാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാരെ, ഈ ആദ്യമായി ജന്മനാട് നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നാട്ടുകാരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പദവി എന്നിൽ അർപ്പിച്ചത് ഒരു വലിയ ഉത്തരവാദിത്വവും വലിയ ദൗത്യവുമാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം എനിക്കുള്ളത്. കാരണം 50,000-ലധികം വഖഫ് പ്രോപ്പർട്ടീസ് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ഒരുവിധം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വഖഫ് സംവിധാനം സിസ്റ്റമാറ്റിക്കായി പോകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്തുള്ള 50,000-അധികം വഖഫ് പ്രോപ്പർട്ടീസാണ്. നിരന്തരം അഭിപ്രായ ഭിന്നതകളും ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണിത്. ഇത് അർദ്ധ ജുഡീഷ്യറി സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇതൊരു കോടതിയുടെ നിലവാരത്തിലുള്ള ഒരു ബോർഡാണത്. ഇതിലെടുക്കുന്ന തീരുമാനങ്ങൾ സാധാരണ കീഴ്ക്കോടതികളിലോ ജില്ലാ കോടതിയിൽ വരെ ചോദ്യം ചെയ്യാനും കൂടി പറ്റില്ല. ഇതിൻ്റെ തീരുമാനങ്ങൾ ട്രിബ്യൂണൽ കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി മാത്രമേ ഇത് സ്വീകരിക്കുകയുള്ളൂ. ഭരണഘടനാപരമായി ആ ദൗത്യം അത്ര ഉയർന്ന നിലവാരത്തിലുള്ളതാണ് ഈ സംവിധാനം. ന്യൂസ് ഡെസ്ക് CCV.